കോട്ടപ്പുറം സംവാദം ഞാൻ പങ്കെടുത്തോനാ. അവസാനം കെട്ട് വാഷലായി. പിന്നെ ബദരീങ്ങൾക്കൊരു യാസീൻ മതി പറഞ്ഞാണ്ട പിരിഞ്ഞ് അല്ലെങ്കിൽ ജനം വിടൂല. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊട്ടപ്പുറം സംവാദത്തിൽ ആകെ വഷളായി അവസാനം ബദ്രീങ്ങൾക്കൊരു ഫാത്തി ഓതിയിട്ട പിരിഞ്ഞെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇതുവരെയും ഈ AP വിഭാഗത്തിൽപ്പെട്ട മൊയ്ലിയാക്കന്മാർ നടന്ന് പറയലെന്താ, കൊട്ടപ്പുറം സംവാദം ഞങ്ങൾ വിജയിച്ച് ഏത് അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആനിൽ നിന്നൊരു ആയത്തെടുത്തിട്ട് കട്ടുമുറിച്ച് ഓതിയ AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ആ ഒരു വഞ്ചനയുടെ കഥ പറയുന്ന കൊട്ടപ്പുറം സംവാദത്തിൽ അവർ അമ്പേ പരാജയപ്പെട്ടിരിക്കുകയായിരുന്നു. അതിപ്പോൾ ഏതായാലും റഹ്മത്തുള്ള കാസിബി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി സമസ്തക്ക് ഈ അധോഗതി എന്ന ആ ഒരു വിഷയം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ കുറച്ചുകൂടി വിപുലീകരിച്ചൊരു വീഡിയോ ആണ് ഇതിൽ ചെയ്യാനുള്ളത്. ക്ഷമിച്ച് കാണുക. കുറേ കാര്യങ്ങൾ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കും ചിലതൊക്കെ പറയാനുണ്ട്. കാരണം എന്ത് മറുപടി അറിയാൻ കഴിഞ്ഞില്ല. ശിർക്കിന്റെ നിർവചനം എന്താന്ന് പറയാനാണ് കഴിഞ്ഞില്ല. അതും സത്യമാണ്. ഇയാള് പിഴച്ച വിശ്വാസക്കാരനാണെങ്കിലും ഇയാളിപ്പോൾ കുറേ സത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ സത്യം? ഷിർക്കിന് നിർവചനം പറയാൻ കഴിഞ്ഞില്ല എന്നേ പറഞ്ഞ. ആർക്കേ കഴിയാതിരുന്നത്? ഷിർക്ക് ചെയ്യുന്നവർക്കല്ലേ ഷിർക്കിന് നിർവചനം പറയാൻ കഴിയാതെ പോവുക അല്ലേ? അദ്ദേഹം പറയട്ടെ. ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു. നീ പറയണ കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇനി പറയണതൊന്നും ചിലപ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടി പറയാണ് ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. മൂപ്പരുടെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അത് പച്ചക്കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് കിടക്കുന്ന ആളുകളോട് ഇടവൊക്കെ പറഞ്ഞത് കളവാണെന്ന്. ഷിർക്കിൻ്റെ നിർവചനം പറയാൻ കഴിയാതെ കൊട്ടപ്പുറം സംവാദത്തിൽ അവിടെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്ന കൊട്ടപ്പുറം സംവാദത്തിൽ AP അബൂബക്കർ മുസ്ലിയാർ കട്ടുമുറിച്ച് ഓതിയ വസൽ മിൻ അർസൽന എന്നുള്ള ആയത്തുണ്ടല്ലോ, അല്ലല്ലാത്തവരെ വിളിച്ചു തേടാൻ പരിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട മുസ്ലിയാരേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് മൗലവി ഉണ്ട് എന്നും പറഞ്ഞിട്ട് ചാടി നീച്ചിട്ട് ഓതിയത് അത് അല്ലല്ലാത്തവരെ വിളിച്ചു തേടാൻ തെളിവല്ലായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ തെളിവുണ്ടാവില്ല. അല്ല പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തെളിവില്ല എന്ന്. ഇൻഷാ അല്ലാഹ് ഏതായാലും ഇദ്ദേഹം പറയട്ടെ. നിങ്ങളാരും പേടിയില്ല. ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബിക്ക് അതാണ് പിടിച്ചില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. രാഷ്ട്രീയ ലോബിക്ക് പിടിക്കാത്തത് ഇതൊന്നല്ല. രാഷ്ട്രീയ ലോബിക്ക് പിടിക്കാത്തത് മറ്റു ചില കുത്തിത്തിരിപ്പുകളായിരുന്നു. അത് ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ അവസാനത്തിൽ പറയാം. നിങ്ങൾ പറയും. സഹിക്കാൻ കഴിയില്ല. കാരണം പറഞ്ഞതിൻ്റെ മുമ്പേ മൂപ്പർക്ക് കാരണങ്ങൾ കുറേയുണ്ട്. ഇവർ ഈ രാഷ്ട്രീയ ലോബി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെയാണ്. മുസ്ലിം ലീഗിന് വഹാബി തകർന്ന് ഇഷ്ടമല്ല എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. അപ്പൻ്റെ പൊന്നാര മൂല്യരെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് കൊട്ടപ്പുറം സംവാദത്തിൽ ബദ്രീങ്ങൾക്ക് ഫാത്തിയോതിയിട്ടാണ് കുറച്ചെങ്കിലും തടി സലാമത്താക്കിയതെന്ന്. നിങ്ങൾ എന്നെ രണ്ടും പറയാണ്. ഏതായാലും നിങ്ങൾ പറയും. നിങ്ങൾ 2 or 3 പറഞ്ഞോളി. ഒക്കെയൊന്നും നമുക്ക് മറുപടി ഉണ്ട്. എല്ലാം സംശയമല്ല. പറയും. അവരുണ്ടാക്കിയത് ഐക്യസംഘം ഉണ്ടാക്കിയ ആൾ തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. ആത്താ കണ്ടില്ലേ? സർവേന്ത്യ ലീഗ് എന്ന് പറയുന്ന ലീഗ് അത് കറാച്ചിയിലെ സമ്മേളനത്തിൽ പിരിച്ചുവിട്ടുകയും അതിനുശേഷം കായിദെ മില്ലത്തും അതുപോലെ തന്നെ അഭിവന്ദ്യനായ KM സീതി സാഹിബും അവർ ഇന്ത്യയിലേക്ക് വന്നിട്ട് അവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കി. ഓലാണോ ഐക്യസംഘം ഉണ്ടാക്കിയത്? അപ്പം നിങ്ങൾക്ക് ഐക്യസംഘം അറിയില്ല, അതുപോലെ തന്നെ മുസ്ലിം ലീഗും അറിയില്ല, സർവേന്ത്യ മുസ്ലിം ലീഗും അറിയില്ല. അഞ്ജനം എന്നത് എനിക്കറിയാം, അത് മഞ്ഞൾ പോലെ കറുത്തിട്ട്. ഇതാണ് ഇപ്പം നിങ്ങളെ അവസ്ഥ. വെളുത്തിട്ട് എന്നാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇവരൊക്കെ പറയുമ്പോൾ നമുക്ക് കറുത്തിട്ട് എന്നും പറയേണ്ടി വരും. പറയും. അതിലൊന്നും എഴുതപ്പുറങ്ങൾ വായിക്കരുത്. സത്യമാണല്ലോ. അപ്പം നമുക്ക് കുറച്ച് ആളുകൾക്ക് കച്ചവടം തീരാത്തതുകൊണ്ട് രാത്രി ആകുന്ന ഇഷ്ടമില്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ. പുതിയ പെണ്ണെട്ടിയ ആളുകൾക്ക് സുബയാകണം ഇഷ്ടമുണ്ടാവില്ല. പ്രിയമുള്ളവരെ, ഇത് പറഞ്ഞപ്പോൾ രാഷ്ട്രീയം പറയുകയാണെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. രാഷ്ട്രീയമല്ല, അതുകൊണ്ടുകൂടിയാണ് ഒന്ന് നമ്മളിവിടെ പോസ്റ്റ് ചെയ്തത്. അത് മാത്രമല്ല, ഇയാൾ ഇനി പറയാൻ പോകുന്നത് പുതിയ പെണ്ണെട്ടിയ ആളുകൾക്ക് സുബിയാണ് ഇഷ്ടമുണ്ടാവില്ല എന്നാണ് ഇയാൾ പറയുന്നത്. അത് അയാളുടെ ഒരു എന്താ പറയുക കാര്യമായിരിക്കാം പറയുന്നത് എന്ന് നമ്മൾ ഊഹിക്കുക. അപ്പോൾ അതൊക്കെ വിശദീകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിലേക്ക് പോകുന്നില്ല. പറയും മൂല്യരെ. അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഏതൊരു കാര്യം ഞാനൊന്ന് സമദ് സക്കാഫിയുടെ ആ പാട്ടൊന്ന് വിശദീകരിച്ചപ്പോൾ വിശദീകരണം ഓവറായി എന്ന് പറഞ്ഞു. ചിലത് മനസ്സിലാവണമെങ്കിൽ അങ്ങനെ വിശദീകരിക്കേണ്ടി വരും. ഇതുപോലെയുള്ള ഈ ആളുകൾ ഇതുപോലെയുള്ള വിവരക്കേടുകൾ എൽമിൻ്റെ വേദി എന്നും പറഞ്ഞിട്ട് എവിടേക്ക് ഇരുന്നിട്ട് എന്തൊക്കെയാ പറയുമ്പോൾ നിങ്ങൾ എന്തേ ചോദ്യം ചെയ്യാത്തത്? അതുകൊണ്ടല്ലേ നമുക്ക് വിശദീകരിക്കേണ്ടി വന്ന്. നിങ്ങൾ കേട്ടോ കാണി. അപ്പോഴാണ് പുതിയ ഒന്നും പറഞ്ഞു. ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലല്ലോ. ഞങ്ങളവിടെ എന്താ കാര്യം? ഇയാൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ടാകുക. അല്ലാണ്ട്
സുബൈ വാങ്ങ് കൊടുക്കുമ്പോൾ ഞങ്ങളവിടെയൊക്കെ മുക്രിയ വാങ്ങ് കൊടുക്കാം. ഇനിയിപ്പോൾ മൊല്ലാക്കിയാണെങ്കിൽ മൊല്ലാക്കാൻ്റെ അടുത്ത് പോയിട്ട് ഏയ് മൊല്ലാക്ക നിങ്ങൾ അസ്സലാത്തു ഖൈറു മിനന്നവും പറയണ്ട, ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് എന്തായിരുന്നു പണിയെന്നും കൂടി ഞാൻ വിശദീകരിച്ചാലും. എന്താ മൊല്ലേറെ നിങ്ങൾക്ക് തീരാന്തല്ലേ എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയാം. വഹാബികൾ തകർന്നത് രാഷ്ട്രീയക്കാർക്ക് സഹിച്ചില്ല. 982 ശേഷം അവർ കളി തുടങ്ങി. ആ കളിയിൽ 984-85 ആയപ്പോഴത്തേന് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെയും AP അബൂബക്കർ മുസ്ലിയാരെയും തെറ്റിച്ചു. മഹാനായ ശംസുൽ ഉലമയെയും AP അബൂബക്കർ മുസ്ലിയാരെയും തെറ്റിച്ചത് ആരാണ്? മുസ്ലിം ലീഗോ ആണോ? ഇവിടെ ശരീഅത്ത് സമ്മേളനം ഉണ്ടായതും ശരീഅത്ത് വിവാദമുണ്ടായതും അതുപോലെ തന്നെ മുതലക്കുളം മൈതാനിയിൽ വലിയ ഒരു സമ്മേളനം നടന്നതും ആ സമ്മേളനത്തിൽ തബ്ലീഗിൻ്റെ കൂടി നേതാവായ വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന അദ്ദേഹം വന്നിരുന്നു. ആ വേദിയിൽ ശംസുൽ ഉലമ എന്ന് നിങ്ങൾ പേരിട്ട് വിളിക്കണ EK അബൂബക്കർ മൗലവിയും വന്നിരുന്നു. അത് പറ്റൂല എന്നും പറഞ്ഞിട്ട് ആ ഒരു സമ്മേളനം എന്തിനുള്ളതാണ് എന്ന് പോലും നോക്കാതെ കുത്തിത്തിരിപ്പുണ്ടാക്കിയ AP അല്ലാതെ വേറെ ആരെങ്കിലും പോയി തെറ്റിച്ചാണോ? ഈ ഒരു സമ്മേളനം നടക്കുന്ന ഉമ്മത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ശരീഅത്ത് വിഷയം അവിടെ ചർച്ചയായപ്പോൾ അത് പാർലമെന്റിൽ ബില്ലാവാൻ ശ്രമിക്കുന്ന സമയത്ത് നടന്നൊരു സമ്മേളനമാണ്. അവിടെ എല്ലാവരും എത്തണം, അതല്ല ഐക്യം അല്ലേ? അവിടെ ഇപ്പോൾ ഇതിനിടക്കുണ്ടായല്ലോ പൗരത്വ ബില്ല് നടന്നപ്പോൾ എന്തേ കാന്തപുരം AP അബൂബക്കർ മൗലവി ഇമാമിക്കണു, അതിൻ്റെ പിന്നിൽ ഹുസൈൻ മടവൂർ നിസ്കരിക്കണു. ഹുസൈൻ മടവൂർ ആരാണ്? ഹുസൈൻ മടവൂർ KNM-ന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ഈ മുമ്പിൽ നിൽക്കുന്ന AP അബൂബക്കർ മൗലവിയോ ഒരു സംസ്ഥയുടെ സെക്രട്ടറിയും നിസ്കരിച്ചു. അപ്പോൾ അവിടെ കൊഴിഞ്ഞു വീഴാത്തൊരു മാനം. അന്ന് മുതലക്കുളം മൈതാനിയിൽ കൊഴിഞ്ഞു വീഴിപ്പിക്കാൻ നോക്കിയതാരാ? ഈ AP അബൂബക്കർ മൗലവി. അതൊന്നും ഇപ്പോൾ അവിടെ തെറ്റിച്ചു എന്ന് പറഞ്ഞത് അത് കൂനിട്ടും കുന്നായ്മയും കുശുമ്പൊക്കെയാണ് ആ സമസ്ത ഉണ്ടായത്. എന്നാൽ അപ്പോൾ നിങ്ങളൊക്കെ ഇന്നിപ്പോൾ ഹയാത്തിലുണ്ടല്ലോ, അതൊന്നും ഒന്നാക്കി കാണി ഔലേ. അതെന്താ? അതൊക്കെ കഥ വേറെയാണ്, അന്ന് പറയിപ്പിച്ചണ്ട. നിങ്ങൾ പറയും. ഇതാണ് സത്യം. ആരാണ് തെറ്റിച്ചത്? ചന്ദ്രിക ദിനപത്രം. കണ്ടോ, ചന്ദ്രിക ദിനപത്രമാണ് തെറ്റിച്ചെന്ന്. ചന്ദ്രിക ദിനപത്രമാണോ അവിടെ സമ്മേളനം നടത്തിയത്? ചന്ദ്രിക ദിനപത്രത്തെ ഏതെങ്കിലും ഉയർന്ന ഒരു ആള് അവിടെ ആ വേദിയിൽ ഇരുന്നത് കൊണ്ടാണോ ഇവർ തെറ്റിയത്? അതോ തബ്ലീഗിൻ്റെ നേതാവായത് കൊണ്ടാണോ? ആ ചരിത്രമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ പറഞ്ഞു പോകേണ്ടി വരും. അത് ഇതൊന്നുമല്ല. ഇന്ന് നിങ്ങൾ ഈ വഹാബിക്കെതിരെ മറ്റൊരു വീഡിയോ വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ തന്നെ ചേർക്കുക. വഹാബിക്കെതിരെ ഉണ്ടാക്കിയ സമസ്ത ചരിത്രമൊക്കെ വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയും. ആരാണ് ഫിത്ന ഉണ്ടാക്കിയത്? ചന്ദ്രിക ദിനപത്രം. ആരുമല്ല ഫിത്ന ഉണ്ടാക്കിയത്, നിങ്ങളൊക്കെ തന്നെ ഫിത്ന ഉണ്ടാക്കിയത്. AP അബൂബക്കർ കാന്തപുരം മുസ്ലിയാർ തന്നെ ഫിത്ന ഉണ്ടാക്കിയത്. പറയും. അതങ്ങനെയാണ്, അത് വസ്തുത പറയാണ്. ഇത് വസ്തുതയൊന്നുമല്ല, ഇത് നിങ്ങളെന്തൊക്കെ തൊള്ളപ്പൂട്ട് പറയാണ്. പറയും. ഇതൊന്നും ഒരു കുറ്റല്ല, നേര് പറയാം. ഇത് നേരല്ല, കുറ്റം തന്നെ പറയണത്. ഈ ഉമ്മത്തിനെ വീണ്ടും വീണ്ടും തമ്മിലടിപ്പിക്കാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ. പറയും. തകർന്നു. സുന്നികൾ ഉണ്ടായി 900 ഒക്കെ അവിടെ കിടക്കട്ടെ. തകർന്നതല്ല, തകർത്തു. സുന്നികളല്ല, സമസ്ത രണ്ടായി. എവിടെ സുന്നി രണ്ടാവുന്നത്? സുന്നി അന്നും ഒന്നാ. നിങ്ങൾ പറയേണ്ട സാധനമല്ല, പഞ്ചാക്കിലെ പഞ്ചാരയല്ല. പറയും. 80-85 ശേഷം വഹാബികളെ പ്രതിരോധിക്കുന്ന പണി നമ്മൾ നിർത്തി. നമ്മൾ തമ്മിൽ ചീത്ത പറയുന്നത്. വഹാബികളെ നിങ്ങൾ ആദ്യം ദീനുൽ ഇസ്ലാം അതൊന്ന് പ്രബോധനം ചെയ്യും, ദായിമാരാകും. നിങ്ങൾ എന്തിനാ ഈ വഹാബികളെ പ്രതിരോധിക്കുന്നത്? ഓല പണി എടുത്തോട്ടെ. നിങ്ങളെ പണി എടുക്കുകയും നിങ്ങളെ പണി വഹാബികളെ പ്രതിരോധിക്കാനാ. ഇതിനാണോ അപ്പം നിങ്ങളുണ്ടായത്? വഹാബികളെ പ്രതിരോധിക്കുകയാണോ നിങ്ങളെ പണി? അതോ ഈ ഉമ്മത്തിൻ്റെ കയ്യിൽ നിന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ പണം പിടുങ്ങിയിട്ട് അത് ഭക്ഷണമാക്കിയിട്ട് നടക്കുന്ന നിങ്ങൾ വഹാബികളെ പ്രതിരോധിക്കാൻ? വഹാബികൾ ഇപ്പം എന്തെങ്കിലും ചെയ്ത്? പറയും. അതിനിടയിൽ അവർ വളർന്നു. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു. ഇന്ന് 100-ാം വാർഷികം ആഘോഷിക്കാൻ നമുക്ക് എന്താ? അതിനിടയിൽ വഹാബികൾ വളർന്നു എന്നുള്ളതാണ് ഇപ്പോൾ മൂപ്പര പ്രശ്നം. അത് നിങ്ങൾ തമ്മിൽ ചീത്ത പറഞ്ഞുകൊണ്ടല്ല. നിങ്ങൾ തമ്മിൽ ചീത്ത അന്നും പറയേണ്ടത് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വഹാബികൾ വളർന്നത് ഒരു സത്യം പറഞ്ഞുകൊണ്ടാണ്. ദീനുൽ ഇസ്ലാം പച്ചയായി ഈ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ മാലി മൗലൂദും കുത്തുബൈത്തും കുത്തറാത്തിപ്പും അതൊക്കെ ബുദ്ധിബോധമുള്ള ആളുകൾ എടുത്തിട്ട് പൊട്ടക്കൻറ്റ് കിട്ടു, തോട്ടിക്കെറിഞ്ഞു. മലവെള്ളപ്പാച്ചിലെ ചവറ് ചണ്ടിക്കൊപ്പം ഒഴുക്കി വിട്ടു. അത്ര ഉണ്ടായുള്ളൂ. പറയും. ഇന്ന് 100-ാം വാർഷികം ആഘോഷിക്കാൻ നമുക്ക് എന്തർഹത? ഒരർഹതയില്ല. നിങ്ങൾക്ക് ഒരർഹതയില്ല. കാര്യം ആദർശമില്ലാത്തവർക്ക് ആദർശമാണ് അമാനത്ത്. ആ ആദർശമില്ലാതെ എന്താ നിങ്ങൾ ആഘോഷിക്കുന്നത്? എന്താഘോഷമാണ് നിങ്ങൾ ആഘോഷം? എന്ത് 100-ആണ് നിങ്ങൾക്ക്? ഇവിടെ KJ ഉണ്ടായി, കേരള ജമിയത്തുൽ ഉലമ. അതിൽ കുഫറും ശിർക്കും അതുപോലെ മറ്റുള്ള
വിധേയത്തായ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ടാക്കിയതല്ലേ സമസ്ത. എന്നിട്ട് ഇവരെ പ്രതിരോധിക്കുക നിങ്ങൾക്ക് ആരുവാ? പറയും. പണ്ട് പാണക്കാട്ട് വഹാബികൾ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പാണക്കാട്ട് തങ്ങന്മാരെ കൂട്ടത്തിലും വഹാബികൾ കയറിക്കൂടി. അതാണ് ഇപ്പോൾ മൂപ്പരുടെ മറ്റൊരു പ്രശ്നം. പാണക്കാട് വഹാബികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെപ്പോലെ പിഴച്ച ചിന്താഗതിയുമായിട്ട് നടക്കുന്ന ആളുകൾ പാണക്കാട് പണ്ടുമില്ല ഇന്നുമില്ല. ഇണ്ടിച്ചെടുത്ത് തെളിയിക്കും. മഹാനായ പൂക്കോയത്തങ്ങൾ അദ്ദേഹം നിങ്ങൾ ഈ പറയുന്നത് പോലെ വഹാബി എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളല്ല, പറഞ്ഞല്ല. നിങ്ങളൊക്കെ പോലെയൊക്കെ കുരച്ചും കൊണ്ട് നടന്നിരുന്ന ആളല്ല. അതുപോലെ തന്നെ മഹാനായ ബാഫക്കി തങ്ങൾ കെ എം മൗലവിയുടെ സദസ്സിലിരിക്കുമ്പോൾ കെ എം മൗലവിയോട് ദുആ ചെയ്യാൻ പറഞ്ഞിരുന്ന ബാഫക്കി തങ്ങൾ, അതുപോലെ തന്നെ കെ എം മൗലവി ഇമാമിക്കുമ്പോൾ പിന്നിൽ മാമുമായിട്ട് നിസ്കരിച്ചിരുന്ന, അതുപോലെ ബാഫക്കി തങ്ങൾ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന മഹാരഥൻ, അദ്ദേഹം മുൻപിൽ ഇമാമായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പിന്നിൽ ഒരു പ്രശ്നമില്ലാതെ കെ എം മൗലവിയും അതുപോലെ തന്നെ ഉമർ മൗലവിയൊക്കെ മാമുമായിട്ട് നിസ്കരിച്ചിരുന്നു. അന്ന് നിങ്ങൾ ഈ പറയുന്ന വഹാബി സുഹാബി പ്രശ്നം ഉണ്ടല്ല, അതൊക്കെ ഉണ്ടാക്കിയത് നിങ്ങളെപ്പോലെയുള്ള ഈ മുറിവൈദ്യന്മാരാണ്, ആളെ കൊല്ലണ മുറിവൈദ്യന്മാർ. ഒരു സംശയമില്ല. പറയും. ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളുടെ ജീവചരിത്രം പാണക്കാട്ടത്തങ്ങൾ പ്രകാശനം ചെയ്യാൻ പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാരാ ഉള്ളത്? നിനക്ക് എന്ത് അഭിമാനം 100 വർഷം നടത്താം. ഇപ്പൊ പറഞ്ഞത് എന്താണ്? ഒരാളുടെ ജീവചരിത്രം പ്രകാശനം ചെയ്താൽ എന്താ മൂല്യരെ? ഒരാളെ ജീവചരിത്രം പ്രകാശനം ചെയ്താൽ ഇവിടെ മാനടിഞ്ഞു വീഴുവോ? RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗത്തിന്റെ ജീവചരിത്രം ഒന്നും അല്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ കുരുപൊട്ടി വലിക്കാനേ അല്ലേ? പറയട്ടെ. ഇത്ര അധോഗതി 980 വരെ ഉണ്ടായിട്ടില്ല. ഇതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും. നിങ്ങളെ അല്ലെങ്കിൽ എന്നെ തെറ്റിക്കുക. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടിച്ചെങ്കിൽ 2 സമസ്ത ഉണ്ടല്ലോ ഇവിടെ. 2 സമസ്ത ഏതെങ്കിലും വേദിയിൽ നിങ്ങൾ കയറിയിരുന്നാണ് കാണട്ടെ. നിങ്ങളെ 2 കൂട്ടരും പുറം തള്ളിയേക്കണോ? അത് മറ്റൊരു കാര്യം. അതൊക്കെ ഒന്ന് മുഴുവൻ ബാണ്ടക്കെട്ട് ഇവിടെ തുറപ്പിക്കണ്ട. അത് പറയും. ഞാൻ പറയും എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. അതാണ് കാര്യം. ഞാൻ പറയും എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. സോഷ്യൽ മീഡിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് വിടുവായത്തം പറയാന്നാണോ? അത് നല്ല ഏണിങ് അല്ലേ, നല്ല പണം കിട്ടുന്നുണ്ടല്ലേ? പറയും. ബാക്കി നമുക്ക് വീണ്ടും തുടരും. കാലത്തുണ്ടായിരുന്നു ബോമൻ മോളിയല്ല, എന്താ പറയാ, പിന്നെ നോവലുകൾ. ബോബനും മോളി മാത്രമല്ല, മായാവി നിങ്ങളെ ആൾക്കാരൊക്കെ മായാവി കഥ പറഞ്ഞേ. കുട്ടൂസൻ, ഡിങ്കൻ, മായാവി, കബീഷ്, ഇനി എന്തൊക്കെ എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തുടരുന്നു. നോവലുകളിൽ തുടരുന്ന നോവലും വായിച്ച് നടന്നതിൻ്റെ പ്രശ്നമാണ് മൂല്യരത്. കിത്താബോധി പഠിച്ചില്ല നിങ്ങൾ നോവൽ വായിക്കാൻ തുടങ്ങി. ഏത് ഈ ഏറ്റുമാനൂർ ശിവകുമാർ, അതുപോലെ തന്നെ ഏതൊക്കെ കുറേ മനോരമയും മംഗളം എന്ന് പറഞ്ഞിട്ടുള്ള വീക്കിലികൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നിങ്ങൾ വേറെയും കുറേ ബുക്കുകൾ വായിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ സുബിയുടെ കഥയും കൊണ്ട് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ ബുക്കിൻ്റെ പേരിനെ കൂടി പറയിപ്പിച്ചണ്ട. പറയും. അത് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഇക്കിളിയാവുന്നുണ്ട് മൂപ്പര് വല്ലാതെ നോവൽ വായിച്ചിരിക്കണു. അതിന്റെ പ്രശ്നമാണിത്. ഇപ്പൊ പഴയ പോലെ നോവലുകൾ കിട്ടണല്ലോ, പൈങ്കിളി നോവലുകൾ കിട്ടണില്ല. അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കണോ തോന്നുന്നു ഈ വഹാബികൾക്കെതിരെ. പറയാം എന്തായാലും. മൂപ്പര് തുടർന്നാ പോരെ? നിങ്ങൾക്ക് ഇങ്ങനെ തുടരും ഇറങ്ങോണ്ടിരിക്കണം. അത് തുടരും മൂലരെ. കൂടുതൽ പറയണ്ട, ഇതൊന്നുമല്ല വിഷയം. ഇതിന്റെ അപ്പുറമുണ്ട്. നമ്മളെ 2 കൂട്ടരും തെറ്റിച്ചു. നിങ്ങളെ 2 കൂട്ടരെയും തെറ്റിപ്പിച്ചത് വേറെ ആരുമല്ല, നിങ്ങൾ തന്നെ. നല്ല ചക്കികളാണ്. രാഷ്ട്രീയക്കാരൊന്നുമല്ല തെറ്റിച്ചത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റർ പേഡിനും സീലിനും പണം പിടുങ്ങാനും വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയതാ. അല്ലാണ്ട് രാഷ്ട്രീയക്കാർക്ക് ഇപ്പം നിങ്ങളെ തെറ്റിച്ചിട്ട് വേണല്ലോ. അതിന് മാത്രമൊക്കെ ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾ. അതാ ഇപ്പം രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ വഹാബികളായിപ്പോയി. ഒരു കാര്യം, അത് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണെങ്കിൽ അതിൻ്റെ തുടക്കകാലം മുതൽ വഹാബികളും സുഹാബികളും തന്നെ അതിലുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങളെപ്പോലെ പേച്ച ചിന്താഗതിക്കാർ അതിലുണ്ടാറില്ല. അതുകൊണ്ടാണ് അത് വളർന്നത്. അപ്പം അതിനെ തളർത്താനാണ് നിങ്ങൾ നോക്കുന്നത് വെച്ചെങ്കിൽ ലീഗ് വിരോധത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ലീഗിൻ്റെ ഓരം ചേർന്ന് ലീഗിന് വേണ്ടി ശബ്ദിക്കാൻ തന്നെയാണ് തീരുമാനം. നിങ്ങൾ പറഞ്ഞോളി. ഒരു വഹാബികളാണെന്ന് വെച്ചാൽ വഹാബി. ശരി, അവരെ നന്നാക്കിയെടുക്കാൻ കഴിയൂല. അതിന് നിങ്ങളാദ്യം നന്നായിട്ട് വേണ്ടേ അല്ലേ? നായിക്കാട്ട് അൽഫാമാക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതാണ് ഇപ്പം നിങ്ങളൊക്കെ. അത് കഴുകിയാൽ വൃത്തിയാവൂല. അതേപോലെയാണ് നിങ്ങൾ തേച്ച് കഴുകിയാലും നിങ്ങൾ പോയിട്ട് അറബിക്കടലിലാണ് ചാടിയാലും വേണ്ടില്ല, നിങ്ങൾ നന്നാവൂല. നിങ്ങൾ നന്നാവണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. കഴിയില്ല, ഒരിക്കലും കഴിയില്ല.
ഒരിക്കലും കഴിയില്ല. ഓലൊക്കെ അപ്പം നല്ല രീതിയിൽ തന്നെ പോകണം. നിങ്ങളെ നന്നാക്കാൻ അതിന് ഇനി അല്ലെന്നെ കൈവെട്ടിക്കാണ് തോന്നുന്നു. നിങ്ങളെ ഈ കോലത്തിൽ ഫിത്തന ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് തുറന്നു വിട്ടിക്കാണ് തോന്നുന്നു. അല്ല, ഇബിലീസിന് വെറുതെ ഇരിക്കാൻ പറ്റൂല്ലോ. ഇബിലീസിന്റെ കബീലയിൽപ്പെട്ട ഒരു സാധനമായിട്ട് നിങ്ങൾ ഇങ്ങനെ നടന്നോളി. നിങ്ങൾ ഈ റംസാൻ മാസത്തിലും പറയും ആ ദുരന്തം നമ്മൾ അനുഭവിക്കാം. ഇതൊന്നുമല്ല പറയാനുള്ളത്, നിന്നെ അപ്പുറം പറയാണ്ട്. ഞാൻ അപ്പുറം പറയാണ്ട് പറഞ്ഞാൽ പോരെ? ഇനി അപ്പുറം പറയാണ്ട് ഞാൻ പിന്നെ പറയാം, ഞാൻ അപ്പം പറയും, ഞാൻ തുടരുന്നുകൊണ്ടേ ഇരിക്കും. എന്നാ ഞാൻ പറയാ, അത് പറയും മൂല്യരെ. വക്കം മൗലവിയാണ് ഇവരുടെ തലതൊട്ടപ്പൻ. ആരുടെ? വക്കം മൗലവിയാണ് ഇവരുടെ തലതൊട്ടപ്പൻ. എത്തി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു 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 പ്രശ്നം എന്താണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. വക്കം മൗലവി നിങ്ങൾക്ക് എന്തുണ്ടാക്കി? ആരുടെ? ഇന്നെ തന്നെ നോക്കി ഒരു മിനിറ്റും കൂടി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയട്ടെ. ഈ ഭൂലോകത്ത് ഒരു മനുഷ്യന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുള്ളൂ. അത് മറ്റൊരു കാര്യം. പിന്നെ നിങ്ങളെ തന്നെ നോക്കി എന്ന് പറഞ്ഞാൽ നല്ല ചൊറുക്കാണല്ലോ. അപ്പം നിങ്ങളങ്ങനെ കണ്ടിരിക്കാനേ ആൾക്കാർ കണ്ണ് വരുത്തായിട്ട് എടുക്കുക. നിങ്ങളെ മുഖത്തുനിന്ന് കണ്ണ്. അത് പോട്ടെ, നിങ്ങൾ പറയും. 1932 വക്കം മൗലവി ആയിരിക്കണം. KM മൗലവിയുടെ ഏറ്റവും വലിയ നേതാവാണ് ആര്? വക്കം മൗലവി. അതായത് ഇസ്ലാമിക് മോഡേണിസം കേരളത്തിൽ കൊണ്ടുവന്നത് വക്കം മൗലവിയാണ്. അപ്പോൾ ഇസ്ലാമിക് മോഡേണിസം കേരളത്തിൽ കൊണ്ടുവന്നത് വക്കം മൗലവി എന്നാണ് പറഞ്ഞത്. ഈ വക്കം മൗലവിയും ഖുർആനും ഹദീസിനും എതിരായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്നുള്ളത് താങ്കൾക്ക് കാണിക്കാൻ കഴിയുമോ? ലരെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുക എന്നല്ലാതെ വക്കം മൗലവി ആണെങ്കിലും മൗലവി ആണെങ്കിലും സിദി സാഹിബ് ആണെങ്കിലും അതുപോലെയുള്ള മഹാരഥന്മാർ റഹിമഹുല്ല എന്ന് പറയേണ്ട ആ ഒരു റേഞ്ചിൽ ഉമ്മത്തിന് വേണ്ടിയിട്ട് സിദി സാഹിബിനെ പോലെയൊക്കെയുള്ള ആളുകൾ അവർ ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് അവരെ തന്നെ മറന്ന് ജീവിച്ചവരായിരുന്നു. അവർക്ക് എത്രയോ ഉണ്ടാക്കാമായിരുന്നു. ആദ്യത്തെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഒരു MP ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊക്കെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടടക്കം ഇരിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഉമ്മത്തിന് വേണ്ടിയിട്ട് അതെല്ലാം ത്യജിച്ചുകൊണ്ട് അദ്ദേഹം ലോയറായിരുന്നു. അതുപോലെ തന്നെ ചരിത്രം പഠിക്കും മൂല്യരെ പോയിട്ട് മഹാരഥന്മാരായ പൂർവ്വസൂരികളായ ആ ആളുകളെയൊക്കെ നിങ്ങൾ കുറ്റം പറയുന്നുണ്ടല്ലോ. അവരുടെ ജീവചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. അവർക്ക് തൗഹീദ് ഉണ്ടായിരുന്നു എന്നുള്ളതാണോ നിങ്ങളെയൊക്കെ ഇത്രയും വിഷമത്തിലാക്കിയത്? പറയൂ. മോഡേൺ സലഫിസം അതായത് പാൻ ഇസ്ലാമിസമാണ് എന്ത്? അഫ്ഗാനിയുടേത്. ഇസ്ലാമിക് മോഡേണിസമാണ് മുഹമ്മദ് അബ്ദയുടേത്. മോഡേൺ സലഫിസമാണ് റഷീദുലിയുടേത്. മനസ്സിലായോ? ഇന്നിപ്പോൾ നമ്മളെ കുട്ടികൾ, പുതിയ കുട്ടികൾ പാൻ ഇസ്ലാമിസത്തിലേക്ക് കയറിക്കഴിഞ്ഞു. നിർത്തി. മോഡേൺ സലഫിസമാണ് ഇവരൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു പരിശുദ്ധ ഖുർആന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയതാ, അവതീർണമായതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദങ്ങൾ, ഈ കാര്യങ്ങൾ മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ സംസാരിച്ചിരുന്നത്. നിങ്ങളെപ്പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും താബീങ്ങളുടെയും കാലശേഷം കാലശേഷം കെട്ടിണ്ടാക്കിയ പാളക്കിതാബുകൾ അതോല് പറഞ്ഞിരുന്നില്ല, അത് സ്വീകരിച്ചിരുന്നില്ല. അതാണോ ഒരു മോഡേൺ ആകാനുള്ള കാരണം? എന്താണ് ഇവിടെ മോഡേണിസം നടത്തിയത്? എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ മൂല്യരെ. അതുകൊണ്ടാണ് അവർക്ക് സുന്നിയാകാൻ കഴിയാത്തത്. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച സുന്നി? മാലി മൗലൂദ് ഓതിയിട്ട് മയ്യത്തിനോട് വിളിച്ചു തേടുന്ന, ഖബറിൻ്റെ അടുത്ത് പോയിട്ട് വിളിച്ചു തേടുന്ന ഇതാണോ സുന്നി എന്ന് പറഞ്ഞാൽ? നിങ്ങൾ അത് ആദ്യം പഠിക്കണം. സുന്നി എന്ന് പറഞ്ഞാൽ അതല്ല, അത് സമസ്ത. സമസ്ത അത്ര ഉള്ളൂ. നമ്മൾ വളരാൻ പാടില്ലായിരുന്നു. നിങ്ങൾ അതിനെവിടെ വളർന്നിക്കണേ? ഈ കേരളത്തിൻ്റെ ടവട്ടെ തന്നെ നിങ്ങൾ എവിടെയുള്ളത്? എന്ത് വളർന്നു നിങ്ങൾ ഈ പറയണത്? പടവലങ്ങ പോലെ കീപ്പിട്ട് വളർന്നതോ? ഈ കേരളം വിട്ടിട്ട് എവിടെയുള്ളൂ നിങ്ങൾ? ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഒരു രാഷ്ട്രം മാത്രമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം. ഈ കേരളത്തിൽ മുഴുവങ്ങളുണ്ടോ? വെറുതെ എന്തേലും പിച്ചും പറയാം. വളർന്ന നാശോ ഇത് ആദ്യകാലക്കാർ വളർന്നില്ല, ആവശ്യം മാത്രം ചെയ്ത്. ആദ്യകാലക്കാർ വല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇതുപോലെയുള്ള വിടുവായത്തം പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് പാവങ്ങൾക്ക് വല്ലാതെ മനസ്സിലായില്ലായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി വിടുവായത്തം പറയൽ തുടങ്ങി, ഇങ്ങളെ അടിപേര് മുറിയലും തുടങ്ങി. അതാണ് ഉണ്ടായത്. പറയും. നമ്മൾ 980 ശേഷം വളരാൻ വിമ്പി, അപ്പോൾ നമ്മൾ 980 ശേഷങ്ങൾ രണ്ടാവലാണോ വളരല്? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറേ പിസറുകളായി, അതാണോ വളരല്? നാശത്തില്ല. നിങ്ങൾ ഉസാറാകൊന്നും വേണ്ട, നിങ്ങൾ നാശത്തിൽ തന്നെയാണ്. ഒരു 5 മിനിറ്റ് കൂടി പറഞ്ഞൂടെ? ഇങ്ങനെയാണ് നിങ്ങൾ ഇനി പറയണ്ടില്ല, പ്ലീസ് നിർത്തിപ്പോകുമെന്ന്. എന്ത് പറച്ചിലാണിത്? കുറ്റം പറയാനായിട്ടൊരു ജന്മം. 5 മിനിറ്റോ? അപ്പം ഈ പറഞ്ഞിടത്തോളം കുറ്റാണ്.
ഒരു കവായതി ഇല്ലാത്ത വർത്താനം. നമ്മളെ വാപ്പ ഗൾഫ് പോയി. നിങ്ങളെ വാപ്പ മാത്രമല്ല, ഇവിടെ കുറേ ആൾക്കാരെ വാപ്പാര് ഗൾഫിൽ പോയിക്കണു. ഓ അതാപ്പോ നിങ്ങളിന്റെ കൂടെ വരെ. നിങ്ങളെ കൂടെ വന്നാൽ ഓൻ്റെ ഗതി അതോ ഗതിയാണ്. പിന്നെ അതിനൊന്നിനും പറ്റൂല. ഒരു അത്ഭുതകരമായ ഉപമ പറയാം. അത്ഭുതകരമായ ഉപമയല്ല, അത്ഭുതകരമായ ഒരു നുണ പറയാം എന്ന് വേണമെങ്കിൽ നിങ്ങൾ തള്ളിക്കോളൂ. ആ ഉപമയാണ് സമസ്തക്ക് സംഭവിച്ചത്. ആ ഉപമയല്ല സമസ്തക്ക് സംഭവിച്ചത്. ദീനുൽ ഇസ്ലാം കൈമോശം വന്നു, അതുണ്ടായത്. എന്നിട്ട് സമസ്ത ഇപ്പൊ അധോഗതിയിലാണ്. അതൊരു സത്യമാണ്. അതോ ഗതിയാണ്. അത്തൻ്റെ ഗതി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഗതിയാണത്. 80 ശേഷം സമസ്ത അധോഗതിയിലാണ്. 80 ശേഷമല്ല, അത് ഉണ്ടായേ മുതൽ അങ്ങനെ തന്നെയാണ്. എന്നിട്ട് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ പർപ്പസ്, ബേസിക് പർപ്പസ് അതെന്താണ്? അതിന്മേൽ പണിയെടുക്കാൻ 980 ശേഷം സമസ്തക്ക്, 80-കൾ അതായത് 85 ശേഷം സമസ്തക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആദർശമല്ലായിരുന്നു. നിങ്ങളെ ആദർശം എന്തായിരുന്നു? നിങ്ങളെ ആദർശം എന്ന് പറയുന്നത് സലഫികളെ, മുജാഹിദ് പ്രസ്ഥാനത്തിനെ, തൗഹീദുള്ള ആളുകളെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു നിങ്ങളെ ആദർശം. ആ ആദർശ അമാനത്തായിട്ട് നിങ്ങൾ കൊണ്ടു നടത്തിയിരുന്നു. അത് അള്ളാഹു സമ്മതിക്കണ്ടേ? ഇപ്പം നിങ്ങളെ ഏകത്വം പറയുന്ന, അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് പറയുന്ന ദായിമാരെ വെറും അനാവശ്യം പറഞ്ഞുകൊണ്ട്, വളരെ മോശമായിക്കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ അള്ളാഹു നിങ്ങളെ തളർത്തി തന്നെ ചെയ്യുള്ളൂ. ഇനിയും തളരും. നിങ്ങൾ തളർന്നില്ലാതാവും, ഒരു സംശയമല്ല. അത് ഈ ജനങ്ങൾ സത്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ തളരുക തന്നെ ചെയ്യുള്ളൂ. കാരണം നിങ്ങളെ ആദർശമല്ല, ആദർശം അമാനത്താണ്. അത് അമാനത്തായിട്ട് കൊണ്ടു നടക്കേണ്ടതാണ്. അങ്ങനെ കൊണ്ടു നടക്കാൻ നിങ്ങളടുത്ത് എന്നുള്ള ആദർശം? നിങ്ങളെ ആദർശമാണ് വഹാബിനെ പ്രതിരോധിക്കാന്ന്. വല്ലാത്ത ജാതി. തമ്മിൽ തല്ലുക എന്നുള്ളത് നിങ്ങളെ അടുത്ത് ആദർശം ഇല്ലാത്തതുകൊണ്ടാണ്. കിതാബുല്ലയും സുന്നത്ത് റസൂലിനെ ഒന്ന് മുറുകെ പിടിച്ച് നോക്കുകയാണെങ്കിൽ എന്നപ്പോൾ ചോദിക്കും, ഇവിടെ മുജാഹിദികൾ തമ്മിൽ തല്ലിയെന്ന്. ഉണ്ട്. അതും കിതാബുല്ലയും സുന്നത്ത് റസൂലുള്ളയും അത് ക്ലിയർ ആയിട്ട് മുറുകെ പിടിച്ചിരുന്നു വെച്ചെങ്കിൽ തമ്മിൽ തല്ലൂലായിരുന്നു. എന്നെ വിശദീകരിക്കണില്ല. അപ്പൊ യഥാർത്ഥ ലക്ഷ്യത്തിൽ പണിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. യഥാർത്ഥ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്യമല്ലായിരുന്നോ? നിങ്ങൾക്ക് മുജാഹിദിനെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിനെയും തബ്ലീഗിനെയും ഇതിനൊക്കെ എതിർക്കലായിരുന്നു നിങ്ങളെ പണി. അതൊരു ലക്ഷ്യമായിട്ടായിരുന്നു നിങ്ങൾ കൊണ്ടുവരുന്നീന്ന്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതാണ് ഇവരുടെ കാര്യങ്ങൾ. ഈ സമസ്ത ഉണ്ടായത് മുജാഹിദിനെയും ജമാഅത്തെ ഇസ്ലാമിനെയും തബ്ലീഗിനെയൊക്കെ പ്രതിരോധിക്കാൻ, ഇല്ലായ്മ ചെയ്യാനത്രേ. അല്ലാതെ ദീനുൽ ഇസ്ലാം വളർത്താനല്ല, അല്ലാണ്ട് ദീനുൽ ഇസ്ലാം പ്രചരിപ്പിക്കാനല്ല. പ്രബോധനം എന്നുള്ളത് ഇവരുടെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ പറയട്ടെ, ഒരു മനുഷ്യനെങ്കിലും ഈ അമാനത്ത് എന്ന് പറയുന്ന ആദർശം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന കലിമത്തു ഷഹാദ പറഞ്ഞു കൊടുക്കുവാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്ന ആ ഒരു മേഖലയിൽ ജീവിക്കുന്ന, ദഅവത്ത് നടത്തുന്ന ദായിമാരെയൊക്കെ പ്രതിരോധിക്കാൻ ഇറങ്ങിക്കല്ലേ? ഇതല്ലേ ഇവരുടെ പ്രശ്നം.